ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ നന്ദിയോടെ സ്തുതിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവിനെ, വാക്കു പറഞ്ഞാൽ മാറാത്തവനായ ദൈവത്തെ, അടിയങ്ങൾ ഒരുമിച്ച് കർത്താവെ നിങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് കർത്താവെ ഈ നല്ല രാത്രി ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഈ ഞായറാഴ്ചയുടെ രാത്രി സ്വർഗം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി കർത്താവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി നന്ദി കർത്താവെ. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ, വാക്കു പറഞ്ഞാൽ മാറാത്തവനായ കർത്താവിനെ, ആത്മാവിലും സത്യത്തിലും അടിയങ്ങൾ ഒരുമിച്ച് ആരാധിപ്പാൻ സ്വർഗം അനുവദിച്ച എല്ലാ കൃപകൾക്കുമായി നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. ദൈവത്തിൻ്റെ കർത്താവ്, രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായ സ്വർഗം കർത്താവെ, ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ കർത്താവ് രാത്രിയിൽ അനുവദിക്കുന്ന എല്ലാ കൃപകൾക്കുമായി നന്ദി. പരിശുദ്ധാത്മാവെ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും സ്വർഗം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹിച്ച കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവെ, കർത്താവ് പകലും ആരാധനയും സ്വർഗം ഞങ്ങൾക്ക് നൽകി തന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. അത്ഭുതങ്ങളെ നീ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്തസന്നിധിയിലേക്ക് കർത്താവ് ചേർന്നിരിക്കുന്നു. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഈ നല്ല സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധനെ ഞങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ, അത്ഭുതത്തോടെ വഴി നടത്തണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഒരു നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഓ, എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനുമന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനുമന്ത്യനുമേ,
ദിവ്യസ്നേഹത്തിനുറവിടമേ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സുസ്ഥ്യനാം വന്യനാം നായകൻ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സുസ്ഥ്യനാം വന്യനാം നായകൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂമി യാത്രയാതി കഠിനം, പ്രതികൂലങ്ങളാനുനിമിഷം. മരുഭൂമി യാത്രയാതി കഠിനം, പ്രതികൂലങ്ങളാനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദി. അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, പാടി ആരാധിക്കുവാൻ സ്വർഗം അനുവദിച്ച എല്ലാ കൃപകൾക്കും കർത്താവേ, നിങ്ങളുടെ എല്ലാ കർത്താവേ നല്ല സ്നേഹത്തിനുമായി നന്ദി. ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ രാത്രിയിൽ അടിയങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗം അനുവദിച്ചുവല്ലോ. പിന്നെയും സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും കരുതലും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാകയാൽ, അതിശയങ്ങളെ അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനാകയാൽ, സകല വിഷയങ്ങളെയും സമ്പൂർണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാകയാൽ, സ്വർഗമേ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ നീതിയെ വെളിപ്പെടുത്തുന്നതാകയാൽ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാകണം. ഈ സമയം അടിയങ്ങളോടൊപ്പം കർത്താവേ, ഈ ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗം അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൃത്യമായി കൂടി സകല വിഷയങ്ങളെയും സകല ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധാത്മാവ് കരുതണം. അടിയങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥനകൾ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് ഈ നല്ല രാത്രിയിൽ നമ്മെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിങ്ങളുടെ മുൻപിൽ ലൈവായി കടന്നു വരുവാൻ സ്വർഗം അനുവദിച്ച എല്ലാ കൃപകളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്. പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു വലിയ അനുഗ്രഹവും നിറവിൻ്റെ അനുഭവവും സ്വർഗം ഒരുക്കി തരുന്നു എന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. ഈ രാത്രിയിലും കർത്താവ് നിങ്ങളെല്ലാവരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കരുതൽ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവിക സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ശക്തമായ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഞാൻ നിങ്ങളും ഒരുമിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചിന്തിച്ച് വന്നതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗത്തിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വേദ പഠനവും വേദ പഠന ക്ലാസ്സുകളും അല്ലെങ്കിൽ ചില ദൈവത്തിൻ്റെ നിയോഗത്താൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന, നിങ്ങളോട് പറയുന്ന ഉപദേശങ്ങളൊക്കെയും വളരെ ആത്മാർത്ഥതയോടെ ആമേൻ പറഞ്ഞ് കൈക്കൊള്ളുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ചില ഉപദേശ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ അന്ന് ഭയങ്കര എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കടന്നു വരാറുണ്ട്.
അതേപോലെ തന്നെ നമ്മൾ ലൈവ് കാണുന്ന എല്ലാവരും പോസിറ്റീവായിട്ട് വിളിച്ചു പറയേണ്ടത് ദൈവാസനെ എന്ന് പറഞ്ഞ വേദഭാഗം ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഇടയ്ക്ക് പിശാച് പല കളികളും കളിക്കുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇന്ന് ഈ സമയത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വേദഭാഗം. ഒരിക്കൽ നമ്മളോട് വായിച്ച വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു ദൈവപൈതലിനെ നോക്കി ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടവും വ്യക്തവുമായി പറയുകയാണ്: നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന്, നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടോ എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ ഒരു ഭാഗമാണ്. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തെ മുൻപിൽ നിർത്തി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതുമായ ഒരൊറ്റ വിഷയം: ഈ ലോകത്തെ യേശു ജയിച്ചതുപോലെ നിങ്ങൾ ജയിക്കണം. ഈ ലോകത്തെ യേശു ജയിച്ചതുപോലെ നിങ്ങൾ ജയിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചൊരു ഭാഗമുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം: നിങ്ങൾ എന്നേക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യും, എന്നേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവിൻ്റെ ഒരു പ്രതീക്ഷയാണ് നമ്മളിലുള്ളത്. ആ പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ്: ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ജയിക്കും. യേശുവിൻ്റെ നാമം. പലപ്പോഴും പലയിടങ്ങളിലും പല ദൈവമക്കളും ലോകം അവരെ ജയിച്ച ഒരു അനുഭവത്തിൽ നിൽക്കുകയാണ്. കഷ്ടതകളും ദുഃഖങ്ങളും നിരാശകളും ഭാരങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളും പ്രതികൂല സാഹചര്യങ്ങളും രോഗങ്ങളും ദുഃഖങ്ങൾ, മനസ്സമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ, ജീവിതത്തിനകത്ത് അവരുടെ മേൽ ഈ നെഗറ്റീവ് വശങ്ങളൊക്കെ ഭരിച്ച് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അഡിക്റ്റാക്കി കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: ഞാനും നിങ്ങളും സേവിക്കുന്ന യേശു, എന്നെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ച യേശു ലോകത്തെ ജയിച്ചവനാണ്, അതുകൊണ്ട് നിങ്ങളും ലോകത്തെ ജയിച്ചോണം. യേശുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കിയവർ എന്ത് ചെയ്യും? ലോകത്തെ ജയിക്കും. ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ലോകത്തെ ജയിച്ച ജയമോ ക്രിസ്തുവേശുവിലുള്ള ദൈവത്തിലുള്ള നമ്മുടെ ദൈവം നമുക്ക് നൽകി തന്ന കൃപാവരങ്ങളിലൂടെ തന്നെയാണ്. ഓ കൃപയാൽ, അഭിഷേകത്താൽ ഞാൻ നിങ്ങളും ലോകത്തെ ജയിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് ഈ രാത്രി ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാകുന്നുണ്ട്? എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഞാൻ നിങ്ങളും ലോകത്തെ ജയിക്കുന്നവരാകണം. പ്രൈസ് ലോർഡ്. കർത്താവ് യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചതുപോലെ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ലോകത്തെ ജയിക്കണം. ലോകത്തെ ജയിക്കണം. പ്രൈസ് ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാകുന്നുണ്ട്? അല്ലേ ദൈവദാസനെ, കുറെ നാളുകളായി, വർഷങ്ങളായി ഈ ലോകം ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക, ചുറ്റുപാടുകൾ ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിക്കാലം അങ്ങനെ പറയരുത്. ഇന്ന് രാത്രിക്കാലം തീരുമാനമെടുക്കണം: ഞാൻ ഈ ലോകത്തെ ജയിക്കും. കാരണം ഈ ലോകത്തെ ജയിച്ചവനാണ് എൻ്റെ അധിപതി. ഈ ലോകത്തെ ജയിച്ചവനാണ് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം. ഈ ലോകത്തെ ജയിച്ചവനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചവൻ. അതുകൊണ്ട് ശക്തമായി, ആത്മാർത്ഥമായി, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊള്ളണം: ഞാൻ ഈ ലോകത്തെ ജയിക്കും. ലോകത്തിൻ്റെ അനീതിയും ലോകത്തിൻ്റെ അഡിക്ഷനുകളൊന്നും എന്നെ കീഴ്പ്പെടുത്തുവാൻ കൃപയാൽ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എനിക്ക് വേണ്ടി ദൂതഗണങ്ങൾ കാവലായി ഇറങ്ങും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
ആത്മാർത്ഥമായി എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം, സർപ്പം ഹവ്വയോട് പറഞ്ഞൊരു ഭാഗമുണ്ട്. എന്താ പറയാന്നറിയാമോ? നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾ മരിക്കുകയല്ല, നിങ്ങൾ പകരം ദൈവത്തെ പോലെയാകും. പാമ്പ് ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. പുതിയ നിയമത്തിൽ പറയാ, പാമ്പ് ഹവ്വയെ എന്ത് ചെയ്തു? ഉപായത്തിൽ ചതിച്ചു. പ്രൈസ് ദി ലോർഡ്. പാമ്പ് ഹവ്വയെ എങ്ങനെ ചെയ്തു? ഉപായത്തിൽ ചതിപ്പാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതൽ, ഈ ഭൂമി, ഈ ലോകം ഒരു ദൈവപൈതലിനെ ഡയറക്റ്റ് വന്ന് ഇത് ചതിക്കുഴിയാ, നീ ഇങ്ങോട്ട് വന്ന് ചാടിക്കോ എന്ന് പറയുകയല്ല. പിശാച്, ഈ ലോകം ഉപായത്തിൽ എന്ത് ചെയ്യും? നമ്മെ ചതിക്കും. ഉപായത്തിൽ നമ്മെ ചതിക്കും. കാണാൻ ഭംഗിയുള്ളത് അല്ലേ? പിശാച് അങ്ങനെയാ പറഞ്ഞത്. കാണുവാൻ എന്താണ്? ഭംഗിയുള്ളതാണ്. ഉപായത്തിൽ ഇത് കഴിച്ചാൽ നിങ്ങൾ ജ്ഞാനികളാവും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായ ഒന്ന്, നല്ല രുചിയുള്ളത്. പിശാച് കഴിച്ചതുപോലെ പിശാച് പറയുന്നത്. ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ, അവർ ചിലതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. ആ കയ്യിൽ മാമ്പഴമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒന്ന് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെ അവർ ആക്ട് ചെയ്തിട്ട്, അല്ലേ? അതേപോലെ പിശാച് പറയുക, മുൻപേ അവൻ കഴിച്ചതുപോലെയാ പറയുന്നത്. എന്ത്? ഈ ഫലം എന്താണ്? കാണുവാൻ ഭയങ്കര ഭംഗിയുള്ളതാ, കണ്ടില്ലേ നീ? ജ്ഞാനം പ്രാപിപ്പാൻ കഴിവുള്ള ഒന്ന്, അത്രയേറെ രുചിയുള്ള ഒന്ന്, ധൈര്യമായിട്ട് നീ കഴിച്ചോ, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇപ്പോൾ എല്ലാവർക്കും അത് മതിയല്ലോ, ദൈവത്തെ പോലാകണം. ശക്തന്മാരായ ചില വ്യക്തികളുടെ കൈക്കീഴിൽ ഭയങ്കര വിടുതൽ, അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നോ അങ്ങനെയല്ല. പിശാച് ഉപായത്തിൽ എന്ത് ചെയ്യും? ചതിക്കും. പിശാച് ഉപായത്തിൽ ചതിക്കും. പിശാചിന്റെ ഉപായത്തിലുള്ള വാക്കുകൾ കേട്ടിട്ട് ഹവ്വ ചതിക്കപ്പെട്ടു. എങ്ങനെയാ? ദൈവത്തിന്റെ വാക്കിനെ ധിക്കരിച്ചു. ഹവ്വ എന്ത് ചെയ്തു? ലോകത്തിൽ പെട്ടുപോയി, ലോകത്തിൽ തോറ്റുപോയി, ചതിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ആദം കൂടെ ഇല്ലാത്തത് കൊണ്ട് ഹവ്വ ചതിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ഭാഗമാണ്. അതങ്ങനെ തന്നെയാണ്, സത്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നീ ചതിക്കപ്പെടേണ്ടതിന് പിശാച് ചില സാഹചര്യങ്ങളെ ഒരുക്കി തരും. പലപ്പോഴും പല തീരുമാനങ്ങളും എടുത്തില്ല, ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ തീരുമാനങ്ങളൊക്കെ എടുത്ത മുൻപോട്ട് അത് ശക്തമായി കുതിച്ചു പായാൻ, ഈ ട്രാക്കിനകത്തൊക്കെ ഈ കുതിരയൊക്കെ ഇങ്ങനെ ഓടാൻ റെഡിയായി നിൽക്കുന്നത് പോലെ ഇങ്ങനെ ഭയങ്കര ശക്തി, ഊർജ്ജസ്വലതയോടുകൂടി ഓടാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പിശാച് ചില സാഹചര്യങ്ങൾ ഒരുക്കി തരും. പോകരുത്. കണ്ടോ, ഇത് നീ കണ്ടോ, ഇത് ഭംഗിയുള്ളതല്ലേ, ഇത് നല്ലതല്ലേ, കാണുവാൻ ഭംഗിയുള്ളതിനെ പോലെ പിശാച് എന്നെയും നിങ്ങളെ തെറ്റിച്ചു കളയുവാൻ, ആ ട്രാക്കിൽ നിന്ന് മാറ്റിക്കളയാൻ പലവിധമാകുന്ന പദ്ധതികൾ ഒരുക്കി കളയുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, കർത്താവിൽ നിങ്ങൾ ആശ്രയിച്ച് മുൻപോട്ട് ഓടിക്കണം. ഉപായത്തിൽ ഹവ്വയെ ചതിച്ച പിശാച് ഇപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവപൈതലിനെ ചതിക്കേണ്ടതിന്, ദൈവപൈതലിനെ നശിപ്പിച്ചു കളയേണ്ടതിന്, ദൈവപൈതലിനെ ഇല്ലാതെയാക്കി കളയേണ്ടതിന് അവനിങ്ങനെ തക്കം പാർത്തിരിക്കുകയാ. ഒരു കാരണവശാലും തലവെച്ചു കൊടുക്കരുത്. ഒരു കാരണവശാലും അവന്റെ വഴിയിൽ പെട്ടുപോകരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർന്നിരുന്നോണം.
ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തു വന്നോണം. പരിശുദ്ധനെ, ഈ ലോകത്തെ ജയിച്ചവനാണ് നീ. ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ദൈവത്തിൻ്റെ വചനം വിട്ട് ശത്രുവിൻ്റെ വാക്ക് വിശ്വസിച്ചു, പിശാചിൻ്റെ വാക്ക് വിശ്വസിച്ചു. വീണുപോയി. കേൾക്കുന്ന ദൈവത്തിലെ വചനം വിട്ടാൽ തോൽവി ഉറപ്പാ. വചനം വിട്ടിട്ടുണ്ടോ തോൽവി ഉറപ്പാ. വചനം വിട്ട് കളയരുത്. മുറുകെ പിടിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ വചനത്തെ മുറുകെ പിടിച്ചോണം. അപ്പോ ഈ ലോകത്തെ ജയിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരായി തീർന്നണം. അതുകൊണ്ടാണ് ആകയാൽ സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യേശുവിനെ നോക്കി ഓടിക്കണം. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരിച്ചവനായ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കണം. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. തോറ്റുപോകാൻ, ലോകത്തിൽ തോറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്ത് ചെയ്യണം? അവന്റെ മുഖത്തേക്ക്, ജയിച്ചവന്റെ മുഖത്തേക്ക് നോക്കണം. ജയിച്ചവന്റെ മുഖത്തേക്ക് നോക്കണം. നമ്മെ ജയിപ്പിച്ചവന്റെ മുഖത്തേക്ക് നോക്കണം. നമ്മെ അനുഗ്രഹിച്ച താഴേക്കിറങ്ങി വന്നവന്റെ മുഖത്തേക്ക് നോക്കണം. ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്ത് സ്വർഗലോകത്തിലായിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിന്റെ സകല മഹിമകളെയും വെടിഞ്ഞൊരിക്കൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വന്ന ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനെ നിങ്ങൾ ഇന്ന് രാത്രികാലം ഒന്ന് നോക്കണം. നിങ്ങൾ ജയിക്കുന്നവരായിരിക്കും. സ്വർഗം നിങ്ങളെ ജയിപ്പിക്കും. ദൂതന്മാർ കാവൽ നിൽക്കുമെന്ന്, മുൻപും പിൻപും ദൂതന്മാർ കാവൽ നിൽക്കും. അകമ്പടി സേവിക്കുവാൻ അകമ്പടി നായകന്മാരെ പോലെ ദൂതന്മാർ എനിക്ക് നിങ്ങൾക്ക് മുൻപായി. ഒന്ന് ഓർത്തു നോക്കിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം കേട്ടനുസരിച്ച് പിശാചിന് പുല്ലുവില കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ എൻ്റെയും നിങ്ങളുടെയും മുൻപിലും പിൻപിലും ദൂതന്മാർ കാവൽ നിൽക്കും. ആയുധധാരികളായ ദൂതന്മാർ, ആജാന ബാഹുക്കളായ ദൃഢഗാത്രന്മാരായ ദൂതന്മാർ എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാവൽ നിൽക്കുക, അകമ്പടി സേവിക്കുകയാണ്. എന്നാൽ ഓർത്തു നോക്കി, ദൈവസ്ഥനിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. വേറൊരു കഥാപാത്രമുണ്ട്, ലോത്തിന്റെ ഭാര്യ. പുറകോട്ട് നോക്കിയവൾ തോറ്റുപോയി. കർത്താവിന്റെ വചനം പറഞ്ഞു, എന്തു ചെയ്യരുത്? ദൂതന്മാർ ലോത്തിനോടും കുടുംബത്തോടും പറഞ്ഞു, എന്ത് സംഭവിച്ചാലും പുറകോട്ട് നോക്കരുത്. എന്ത് സംഭവിച്ചാലും പുറകോട്ട് നോക്കരുത്. എന്നുവെച്ചാൽ കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്? പുറകോട്ട് നോക്കരുത്. കലപ്പയ്ക്ക് കൈ വെച്ചിട്ട് പുറകോട്ട് നോക്കരുത്. കലപ്പയ്ക്ക് കൈവെക്കുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ മേഖലയിൽ മാത്രമല്ല, സകല മേഖലകളിലും. ഒരുവൻ ദൈവത്തെ അറിഞ്ഞ ആത്മീക തലത്തിലേക്ക് കയറിയിട്ട് അവൻ പഴയതായി വിട്ടിട്ട് പോയ ഒന്നിലേക്കും തിരിഞ്ഞു നോക്കരുത്. കർത്താവിന്റെ വചനം പറയുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലവും പുതിയതായിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. കലപ്പയ്ക്ക് കൈവച്ചിട്ട് എന്ത് ചെയ്യരുത്? തിരിഞ്ഞു നോക്കരുത്. അല്ലേ? പിന്നെയും പന്നിയുടെ സ്വഭാവം പോലെ അഴുക്കുചാലിലേക്ക് പോകുന്നവരല്ല ദൈവ പൈതൽ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിപ്പാൻ, കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മുൻപോട്ട് ജീവിപ്പാൻ, കർത്താവിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് കുതിച്ചു പായുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോത്തിന്റെ ഭാര്യ തലമുറകളോടും ലോത്തിനോടും ഒപ്പം ഓടാൻ തുടങ്ങി. തങ്ങൾ പാർത്തിരുന്ന പട്ടണം ദൈവത്തിന്റെ കോപ അഗ്നിയിൽ ജ്വലിച്ചു തുടങ്ങി, കത്തി തുടങ്ങി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി, നാളുകളായി തങ്ങൾ സ്വരുക്കൂട്ടി വെച്ച തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം പുറകെ കിടക്കുക. ദൈവത്തിന് ഹിതമില്ലാത്ത ദേശത്ത്, ദൈവത്തിന് ഹിതമില്ലാത്തിടത്ത് പാർത്തുകൊണ്ട് അവിടെ കിടന്ന് അധ്വാനിച്ച ആ അധ്വാന ഫലം സോദോം ഗോമോറയിൽ പുറകിൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുക.
പുറകിൽ കിടന്ന് കത്തുകയാണ്. ലോത്തും തലമുറകളും പൂർണ്ണമായും അതിനെ ത്യജിച്ചിട്ട് ഓടാൻ തുടങ്ങി. അപ്പോഴും ചേച്ചിയുടെ മനസ്സിൽ കഴിഞ്ഞ നാളുകളിൽ തങ്ങൾ അധ്വാനിച്ച അധ്വാനത്തിന്റെ ഫലത്തെ ഓർത്തുള്ള ടെൻഷനാണ്. എടാ, ദൈവമാണ് നിന്നോട് പറഞ്ഞത് ഇറങ്ങി ഓടിക്കൊള്ളാൻ, പുറകോട്ട് നോക്കാതെ ഓടിക്കൊള്ളാൻ ദൈവമാണ് പറഞ്ഞത്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ സകലത്തെ ഉപേക്ഷിച്ച് നീ പുറകോട്ട് നോക്കാതെ ഓടണമെന്ന് ദൈവമാണ് പറഞ്ഞത്. നീ ഓടാൻ പറഞ്ഞാൽ ഓടിക്കണം, കാരണം ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടാണ് നിന്നോട് ഓടാൻ പറയുന്നത്. ഈ നല്ല രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലേ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് നീ മുൻപോട്ട് നോക്കിക്കോണം, പുറകോട്ട് നോക്കരുത്. ഉപേക്ഷിച്ചതിനെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞേക്ക്. നീ വേണ്ടെന്ന് പറഞ്ഞതിനെയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞേക്ക്. പുറകോട്ട് നോക്കണ്ട, നീ മുൻപോട്ട് തന്നെ നോക്കി യാത്ര ചെയ്തു. പലപ്പോഴും പുറകോട്ട് നോക്കി അനുഭവം ജീവിതത്തിൽ കടന്നു വന്നതിൻ്റെ പേരിൽ എന്നെ കേൾക്കുന്ന ദൈവവേദലേ, കയ്യിൽ വരേണ്ടുന്ന പല വാഗ്ദത്വങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും 2025 പ്രാപിക്കേണ്ടുന്ന സകല വാഗ്ദത്വങ്ങളും ഹല്ലേലൂയ പുറകിൽ കളഞ്ഞിട്ട് പോകേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴും എവിടേക്കോ തിരിഞ്ഞു നോക്കിയതിൻ്റെ ഫലമായി വാഗ്ദത്തങ്ങളൊക്കെ ബ്ലോക്കായി പോയില്ലേ, സ്റ്റക്കായി പോയില്ലേ? എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ആ വാഗ്ദത്തങ്ങളെയൊക്കെ ഒന്ന് തിരികെ പിടിക്കണമെങ്കിൽ ഒരു കാരണവശാലും ഇനി പുറകോട്ട് നോക്കരുത്. 2026 ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവരായി തീരരുതെന്ന് ദൈവസ്ഥാനത്തേക്ക് അവനവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ലോത്തിന്റെ ഭാര്യ ദൂതന്മാരുടെയും ദൈവത്തിന്റെയും വാക്ക് കേൾക്കാതെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയത് മാത്രമേ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഓർമ്മയുള്ളൂ. തൽക്ഷണം അവൾ വലിയൊരു ഉപ്പുതൂണായി മാറി. എന്നും ആ ദേശത്ത് കടന്നു ചെന്നാൽ പശുക്കളൊക്കെ നക്കി ക്ഷയിച്ച് ദ്രവിച്ചു നിൽക്കുന്ന ഒരു ഉപ്പുതൂണ് കാണാം. ലോത്തിന്റെ ഭാര്യ. അതുകൊണ്ട് വചനം പറയുക, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ലോത്തിന്റെ ഭാര്യയുടെ പേര് ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ വചനം അനുസരിക്കാത്ത, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാതെ, വാഗ്ദത്ത നിവർത്തീകരണം മുൻപിൽ ഉണ്ടായിട്ടും വെച്ചിട്ടും ആ വാഗ്ദത്തിലേക്ക് പിടിച്ചു കയറാൻ കഴിയാതെ തള്ളിക്കളഞ്ഞതിനെ പിൻപോട്ട് എറിഞ്ഞു കളഞ്ഞതിലേക്ക് പിന്നെയും അഴുക്കുചാലിലേക്ക് പോയവനെ ഒന്നും ദൈവം ഓർക്കില്ല. സ്വർഗരാജ്യത്തിലെ ബുക്കിൽ അവന്റെ പേരും കാണില്ല. സ്വർഗരാജ്യത്തിൽ അവന്റെ പേര് കാണുകയില്ല. വചനം പറയുക, ലോത്തിന്റെ ഭാര്യ, അവളുടെ പേരില്ല അതിനകത്ത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തോളാനാ പറഞ്ഞത്. അതിനകത്തെല്ലാം ഉണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ലോത്തിന്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളണമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് രാത്രികാലം വിടേണ്ടതിനെ വിട്ട് ഓടാൻ ഇറങ്ങിയാൽ ഓടിക്കൊള്ളണം, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾ ഹല്ലേലൂയ ആരുടെ മുഖത്തേക്ക് നോക്കിയാ ഓടിയത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആകയാൽ സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുണ്ട്. സകല ഭാരത്തെയും മുറുകെ പറ്റുന്ന പാപത്തെയും വിട്ടുകളഞ്ഞിട്ട് ഹല്ലേലൂയ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടിക്കൊള്ളണം. പുറകോട്ട് തിരിഞ്ഞു നോക്കി ഓടുകയല്ല, തട്ടി വീഴാൻ സാധ്യത കൂടുതലാണ്. മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടിക്കൊള്ളണം. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം, ഓടിക്കണം യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയ പത്രോസ് പാതി വഴി വെച്ച് തൻ്റെ മുൻപിലായിരുന്ന ഇരുട്ടും വെള്ളത്തിൻ്റെ ആ ഒരു ഓളം തള്ളലും ഒക്കെ കേട്ട വെറുതെ ഒന്ന് തൻ്റെ കാൽപാദത്തിലേക്ക് ഒന്ന് നോക്കിയതാ, താണുപോയി. യേശുവിങ്കിലേക്കുള്ള നോട്ടം മാറിപ്പോയാൽ താണുപോകാൻ സാധ്യത കൂടുതലാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം കേട്ടോ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുക. 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. 1 യോഹന്നാന്റെ പുസ്തകം നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. കർത്താവിന്റെ വചനം പറയുക, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്.
ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. മനസ്സിലാവും? ലോകത്തെ സ്നേഹിക്കുന്ന സ്നേഹം തോൽവിക്ക് കാരണമായി തീരും. നിങ്ങൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കിക്കോ, ആദ്യം മുതൽ അവസാനം വരെയും ആരൊക്കെ ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തോൽവി സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് ലോകത്തെ സ്നേഹിച്ച സ്നേഹത്തിന്റെ മുൻപിൽ തോൽവി സംഭവിച്ചു. ലോകത്തെ ആരൊക്കെ എപ്പോഴൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലൊക്കെ തോൽവി സംഭവിച്ചിട്ടേ ഉള്ളൂ. വേണ്ട, എൻ്റെയും നിങ്ങളുടെയും ജീവിതം തന്നെ എടുത്തോ. ശക്തമായ ദൈവനാമത്തിന് വേണ്ടി നിന്നിട്ട് എവിടെയെങ്കിലും ലോകത്തെ സ്നേഹിക്കാൻ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവൻ തോൽവിയെ സംഭവിച്ചിട്ടുള്ളൂ. വളരെ വ്യക്തമായ ദൈവത്തിന്റെ വചനം പറയുന്ന സത്യമല്ലേ? ലോകത്തെ സ്നേഹിക്കാൻ ഇറങ്ങിയാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ലോകത്തെ സ്നേഹിക്കാൻ ഇറങ്ങിയാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് നിശ്ചയമാണ്. അതങ്ങനെ തന്നെയാണ്. ലോകത്തെ സ്നേഹിക്കുന്ന സ്നേഹം പരാജയമാണ്. എന്നാൽ കർത്താവിങ്കിലേക്കൊന്ന് തിരിഞ്ഞാട്ടെ. എന്നെ നിങ്ങളെയും സ്നേഹിച്ച് അവസാനത്തുള്ള രക്തം വരെയും എനിക്കും നിങ്ങൾക്കും ക്രൂശിന്മേൽ ഒഴുക്കി തന്ന ആ തിരുരക്തത്തിലേക്ക്, ആ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാൻ, ആ കർത്താവിനെ ഒന്ന് സേവിക്കാൻ പഠിക്കുന്നത് എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ വാഗ്ദത്ത നിവർത്തീകരണത്തിലൂടെ ഹല്ലേലൂയ ഒരു വലിയ അത്ഭുത ലോകത്തിലേക്ക് നമുക്ക് പ്രവേശനമുണ്ടെന്ന്, ഒരു വലിയ അത്ഭുത ലോകത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും പ്രവേശനമുണ്ട്. ആത്മാർത്ഥമായ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവനവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, തമ്പുരാനെ അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു തരിക, തെറ്റുകുറ്റങ്ങൾ കുറവുകളൊക്കെ നീ ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മാർത്ഥമായി തന്നെ ഒന്ന് പ്രാർത്ഥിച്ചോണം. ദൈവകൃപയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അത്ഭുതത്തോടെ വഴി നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4 മുതലുള്ള വേദഭാഗങ്ങൾ പറയുന്നുണ്ട്. പരീക്ഷയിൽ ജയിച്ച യേശുവിൻ്റെ വിഷയങ്ങൾ. ഹല്ലേലൂയ. പരീക്ഷകൻ ഉപവാസത്തിനു ശേഷം പരീക്ഷകൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ കൃപയാൽ വചനം പറഞ്ഞ് ജയിച്ചു. യേശു ലോകത്തെ ജയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ലോകത്തിലായിരിക്കുന്ന പിശാചിനെ ജയിച്ചത് വചനം പറഞ്ഞാണ്. ഹല്ലേലൂയ. ഈ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ പറഞ്ഞു. വിശന്ന് വലഞ്ഞു വന്നവനോട് പറയുക, വേണമെങ്കിൽ ആക്കാം. പക്ഷെ ദൈവം പറഞ്ഞോ, അങ്ങനെയല്ല. ക്രിസ്തു പറഞ്ഞു, അങ്ങനെയല്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. പിശാചിനെ വചനം പറഞ്ഞു തോൽപ്പിച്ചു. ഇന്ന് ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലേ, പിശാച് പല വിധത്തിൽ നിന്നെ കുരുക്കാൻ കടന്നു വരും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 4-ാം അധ്യായത്തിനകത്ത് ആ ഭാഗം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ഏതൊക്കെ വിധത്തിലാണ് പിശാച് കുരുക്കാൻ വരുന്നതെന്നറിയാമോ? 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ വിഷയം പറയുന്നു. 4:4 പിശാച് ദൈവത്തിനോട് പറയുക, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരട്ടെ എന്ന് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. എന്ന് വെച്ചാൽ നിന്റെ ശൂന്യത, നിന്റെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് നിന്റെ ശൂന്യതയെ കണ്ട് അവൻ ചിലത് നിന്നോട് പറയും. ഇങ്ങനെയുണ്ടല്ലോ, കുഴപ്പമില്ല, സാരമില്ല, നീ ഈ വഴിക്ക് തിരിഞ്ഞോ. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, പലപ്പോഴും വചനം പറഞ്ഞ ഈ ദൈവഹിതമാ, കുഴപ്പമില്ല, സാരമില്ല, നല്ലതാണെന്നൊക്കെ പറഞ്ഞ എൻ്റെ ശൂന്യതയിൽ നിന്നുകൊണ്ട് അവൻ നിന്നെ എന്ത് ചെയ്യും? തകർക്കാൻ നോക്കും, നിന്നെ വെല്ലുവിളിക്കാൻ നോക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൽ എന്നെ തകർന്നു പോകരുത്. ആ വെല്ലുവിളിക്കകത്ത് നീ അകപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ വചനത്തിൽ മുറുകെ പിടിച്ച് വചനം കൊണ്ട് ജയിച്ചോണം. കർത്താവിൻ്റെ വചനം കൊണ്ട് നിങ്ങൾ ജയിച്ചോണം.
നിന്റെ ശൂന്യതയെ ഒരായുധമാക്കിയെടുത്ത് അവൻ നിന്നെ തകർത്ത് കളയാൻ ശ്രമിക്കും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിന്റെ ശൂന്യത ഏത് ഭാഗത്താണെന്ന്, നിന്റെ ബലഹീനത ഏത് ഭാഗത്താണെന്ന് നോക്കിയിട്ട് ആ ബലഹീനത വെച്ച് അവൻ നിനക്കെതിരെ ആയുധമെടുക്കാൻ ഇടയായിത്തീരും. ആ ആയുധമെടുക്കുമ്പോൾ ഒരിക്കലും അവൻ കുഴിച്ച കുഴിയിൽ നീ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിനാ ദൈവത്തിൻ്റെ വചനം നിനക്കൊരു പരിചയമായി മാറണം. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചോണം. ദൈവത്തിൻ്റെ വചനം കൊണ്ട് പിശാചിനെ നീ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗം പറയുകയാണ്, നിന്നെക്കുറിച്ച് അവൻ എന്ത് ചെയ്യുക, 6-ാമത്തെ വാക്യം പറയാം, നീ ദൈവത്തിനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന് യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് വചനം കൊണ്ട് ജയിച്ചു. എന്ന് വെച്ചാൽ ഹല്ലേലൂയ, ദൈവത്തെ പരീക്ഷിക്കാൻ നിൽക്കരുതെന്നാണ്. പിശാച് പറയുകയാണ്, സാരമില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാം, നടന്നില്ലെങ്കിൽ വിട്ടേരെ, അല്ലേ? ഹല്ലേലൂയ. നീ അങ്ങനെ ചെയ്യരുത്, മദ്യപിക്കരുത്, അല്ലെങ്കിൽ തെറ്റായ ചില മേഖലകളിലേക്ക് കടന്നു പോകരുത് എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, അതിൻ്റെ സാഹചര്യം ഇപ്പം ഇതല്ലേ, കുഴപ്പമില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാം, പറ്റില്ലെങ്കിൽ വിട്ടേരെ. അവൻ്റെ വചനം പറയുക, പരീക്ഷിക്കാൻ നിൽക്കരുത്, ജയിച്ചോണം, വചനത്തിൽ ജയിച്ചോണം. യേശു നിന്റെ മുൻപിൽ പലതിനെയും കൊണ്ടിട്ട് നിന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹത്തെ കുത്തി നിറച്ച നിന്നിലേക്ക് പല വിഷയങ്ങളെയും ഹല്ലേലൂയ യേശുവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായതിനെ കൊണ്ടിട്ട് ഒരു ആകർഷണം ഉളവാക്കി നിന്നെ അതിനകത്ത് അകപ്പെടുത്തി കളയാൻ പിശാച് കെണിയൊരുക്കുമ്പോൾ, ഈ എലിക്ക് കെണി വെക്കുന്നത് കണ്ടിട്ടില്ലേ? എലിപ്പത്തായം എലിപ്പെട്ടി വെച്ചിട്ട് അവന് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യും? ഈ എലിക്ക് ഇഷ്ടമുള്ളത് അതിനകത്തുകൊണ്ട് കൊളുത്തി വെക്കും. വളരെ ആഗ്രഹത്തോടെ ആഹാരം കിട്ടിയെന്നുള്ള വാഞ്ചിയോട് ഓടി വരുന്ന കയറുന്നതാ കുരുക്കിനകത്തായിപ്പോ. ഇതേപോലെ പിശാച് നിനക്കിഷ്ടമുള്ളത്, നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവൻ ഇതുപോലെ കൊണ്ടുവെക്കും. പ്രൈസ്. പെട്ടുപോകരുത്, ഒരു കാരണവശാലും പെട്ടുപോകരുത്. പ്രൈസ്. അവൻ്റെ വഴിയിൽ പിശാചിൻ്റെ തന്ത്രത്തിൽ അകപ്പെട്ടു പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ ജയിച്ചോണം. പിശാചിന് വചനം പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞ് നിങ്ങൾ അവനെ ജയിച്ചോണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചോ. പരീക്ഷയിൽ അകപ്പെട്ടു പോകാൻ പരീക്ഷകൻ പല മാർഗങ്ങളും ശ്രമിക്കും. 10-ാമത്തെ വാക്യം വായിക്കുന്നു. 9-ാമത്തെ വാക്യം പറയാം, വീണ് എന്നെ നമസ്കരിക്കുക, ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ പിശാച് അടുത്തു പറയുകയാണ്, നീ ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയം ഇതാണെന്ന് എനിക്കറിയാം. എന്താ? ഈ കാണുന്ന നന്മകളൊക്കെ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വലഞ്ഞു നിൽക്കുന്ന സമയമാണ്, സാമ്പത്തികമില്ലാതെ അലഞ്ഞ് വലഞ്ഞു നിൽക്കുന്ന സമയം. സാരമില്ല, നീ ഇന്ന മാർഗത്തിലേക്ക് പോകും. പിശാച് മുൻപിൽ പല മാർഗങ്ങളും കൊണ്ടിടും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുക, നോ, അങ്ങനെയല്ല, ഞാനിതിനെ ജയിക്കും. എൻ്റെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ നമസ്കരിക്കാൻ എൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. അത് സത്യത്തിനെതിരാണ്, ദൈവത്തിനെതിരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ മാത്രമേ നമസ്കരിക്കുകയുള്ളൂ. ആത്മാർത്ഥമായി തീരുമാനമെടുക്കാമോ? വചനം കൊണ്ട് പിശാചിനെ ജയിച്ചോണം. പ്രൈസ് ദി ലോർഡ്. വചനം കൊണ്ട് പിശാചിനെ ജയിച്ചോണം. ഹല്ലേലൂയ. കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഭാഷകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശു ക്രൂശിലൂടെ പൂർണ്ണ ജയം നേടിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുവിനെ പരാജയപ്പെടുത്തി യേശു നമുക്കായി ഒരു വഴി തുറന്നു തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും നിങ്ങളുടെയും ജയമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ എനിക്കും നിങ്ങൾക്കുമായി ഒഴുക്കപ്പെട്ട ആ തിരുരക്തം മുഖാന്തരമാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ രക്തം ജയം പറയണമെന്ന് പറയുന്നത്. യേശുവിൻ്റെ രക്തത്താൽ ജയമെന്ന് പറയുന്നത്
കാരണം ആ രക്തത്താലാണ് ഞാൻ നിങ്ങളും ജയിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ശത്രുവിനെ പരാജയപ്പെടുത്തി യേശു നമുക്കായി ക്രൂശിങ്കിൽ ഒരു വഴി തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് സ്വർഗരാജ്യത്തേക്കുള്ള വഴിയാണ്. അത് ആ സ്വർഗരാജ്യത്തേക്കുള്ള വഴിയാണ്. ആ വഴി വെറുതെ നിസ്സാരപ്പെട്ട വഴിയല്ല, വില കൊടുത്തു വാങ്ങിച്ചതാ. അല്ലല്ലേ, ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെയും നിങ്ങളെയും വില കൊടുത്തു വാങ്ങിയ ആ തിരുരക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ട ഞാനും നീയും ഒരു കാരണവശാലും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി മാറി നിൽക്കാൻ ഒരു കാരണവശാലും ഇടയാകരുത്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവനവനെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, അല്ലേ, അവനവനെ തന്നെ ഒന്ന് ശോധന ചെയ്ത് പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകാതെ. ലോകത്തിൽ പിശാച് അവൻ പല മാർഗങ്ങളും ഉപയോഗിക്കുമെന്ന ആ ക്രൂശിലേക്ക് നോക്കാതിരിക്കുകയാണ്. നിന്റെ കണ്ണിനെ അവൻ മറച്ചു കളയും. വാഗ്ദത്തങ്ങളെയും നന്മകളെയും അവൻ മറച്ചു കളയും. പ്രതികൂലങ്ങൾ സൃഷ്ടിക്കും. ഭയന്നു പോകരുത്, പതറിപ്പോകരുത്. ആ ക്രിസ്തുവിലേക്ക് തന്നെ നോക്കിക്കൊള്ളണം. ക്രിസ്തുവിലേക്ക് തന്നെ നോക്കിക്കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചതാ, പരസ്യ കാഴ്ചയാക്കി മാറ്റിയതാ. അങ്ങനെയുള്ള ഹല്ലേലൂയ ആ പിശാചിന്റെ വാലനങ്ങുമ്പോൾ തലയെ തകർത്തെങ്കിൽ ഇപ്പോൾ ഇരുന്ന് ഹല്ലേലൂയ വാലിട്ടാട്ടുന്നത്, വാലിട്ടനക്കുന്നത് അത് കണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളും ഭാരപ്പെടരുത്, ഭയപ്പെട്ടു പോകരുത്. അവന് ഭണം വിടർത്തി ആടാൻ, ഹല്ലേലൂയ, അവന് നമ്മുടെ നേരെ ഹല്ലേലൂയ വിഷം ചീറ്റുവാൻ, വിഷം തുപ്പുവാൻ, വിഷം ഇഞ്ചക്ട് ചെയ്യുവാൻ അവന് തലയില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിങ്കൽ തന്നെ അവൻ്റെ തലയെ തകർത്ത് സകല ആയുധവർഗം വെപ്പിച്ച് പരസ്യ കാഴ്ചയാക്കി മാറ്റിയവൻ ഒരിക്കലും അവൻ്റെ വാലുകൊണ്ട് ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തി കീഴടക്കാൻ ഇടവരരുത്. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8-37 വാക്യം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-37 വാക്യം. റോമർക്കെഴുതിയ ലേഖനം, ഹല്ലേലൂയ, റോമർക്കെഴുതിയ ലേഖനം 8 അതിൻ്റെ 37 വാക്യം. പ്രൈസ് ദി ലോർഡ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവർ പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവിനാൽ ജയിക്കുന്നവരാണ്. ഇതിലൊക്കെയും എന്ന് എഴുതിയിരിക്കുന്നത് ആ 8 1 വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ ജയിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. സകല മേഖലകളിലും, ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടഭാരങ്ങളിൽ നിന്നും, അന്യായ ബന്ധനങ്ങളിൽ നിന്നും, പിശാചിന്റെ ഭയത്തിൽ നിന്നും, ഭയപ്പാടുകളിൽ നിന്നും, ഇതിലൊക്കെ നമുക്ക് പൂർണ്ണ ജയം നൽകിയിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവർ. അവന്റെ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ആകുന്ന മുന്തിരി വള്ളിയോട് നമ്മെ ഇണച്ചു ചേർത്ത കൊമ്പുകളാണ്. അങ്ങനെ ജീവിക്കുന്നവരുടെ കാര്യം പറയുക, ക്രിസ്തു മുഖാന്തരം അവർ ജയിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലുള്ളവർ തോൽവിക്കാരല്ല, അവർ തോൽക്കുവാൻ ജനിക്കപ്പെട്ടവരല്ല, അവർ ജയാളികളാണ്. ക്രിസ്തുവിലുള്ളവർ തോൽക്കാൻ വേണ്ടി ജനിച്ചവരല്ല, അവർ ജയാളികളാണ്. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിലുള്ളവർക്ക് പ്രൈസ് ദി ലോർഡ് എന്നേക്കുമായ നിത്യമായ ഒരു ജയമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അങ്ങനെ മനസ്സുള്ളവർ ഇന്ന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവനവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോണം. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 5 വാക്യം ഒന്ന് വായിക്കാം. 1 പത്രോസ് 5 വാക്യം. ഹല്ലേലൂയ. 1 പത്രോസ് 5 വാക്യം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ വായിക്കുക: ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. പിശാചിനോട് എതിർത്ത് നിൽക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഈ ലോകത്തെ കർത്താവ് യേശു ക്രിസ്തു ജയിച്ചത് അങ്ങനെയാണ്. നിങ്ങൾ ഇന്ന് ഈ രാത്രിയിൽ ക്രിസ്തുവിൽ
അല്ലെങ്കിൽ കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നോണം. ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾ ഉറച്ചു നിന്നോണം. നിങ്ങൾ അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴാണ് പ്രൈസ് ലോർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ജയിക്കുന്നത്. വിശ്വാസം വിട്ടാൽ വീഴ്ച ഉറപ്പാണ്. എപ്പോഴാണോ നിങ്ങളിൽ വിശ്വാസം കുറഞ്ഞു പോകുന്നത്, എപ്പോഴാണോ നിങ്ങളിൽ പ്രത്യാശ ഇല്ലാതെയായി തീരുന്നത്, അവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. വേദനകളും നിരാശകളും അതിൻ്റെ മീതെ കവിഞ്ഞു കയറും. എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരുവനെയും തോൽപ്പിച്ചു കളയാൻ പിശാചിന് കഴിയില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ജയിക്കും. അവൻ ജയാളിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവൻ ജയാളിയാണ്. രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവവേദനെ, കർത്താവിൻ്റെ വചനം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുകയാണ്, ജയിക്കുന്നവർക്ക് ജീവകിരീടമുണ്ട്. ജയിക്കുന്നവർക്ക് ജീവകിരീടമുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പോരാട്ടം, ഈ ലോകവുമായിട്ടുള്ള ഈ ഒരു പോരാട്ടം, പിശാചുമായിട്ടുള്ള ഈ പോരാട്ടം നാളെയുടെ നമ്മുടെ മഹത്വത്തിന് കാരണമായി തീരും. നാളെയുടെ നമ്മുടെ മഹത്വത്തിന് കാരണമായി തീരും. അവസാനം ജയിക്കുന്നവർക്ക് സ്വർഗം ജീവകിരീടം അവൻ്റെ തലമേൽ ഒരു വലിയ അലങ്കാരമായി, ഒരു വലിയ അധികാരമായി, ഒരു വലിയ അനുഗ്രഹമായി വെളിപ്പെടാൻ പോവുകയാണ്. എന്നാൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവവേദനെ, അല്ലെ തോറ്റുപോയ ഹവ്വയെ പോലെയും ലോത്തിൻ്റെ ഭാര്യയെപ്പോലെയും ആകണമോ, അതോ കർത്താവായ യേശു ക്രിസ്തു ജയിച്ചവനായി തീർന്നതുപോലെ ഞാനും നിങ്ങളും ഈ ലോകത്തെ ജയിച്ച, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ജീവകിരീടം പ്രാപിക്കുന്നവരായി തീരേണ്ടതിന് ഈ രാത്രികാലം നമ്മെ തന്നെ ഒരുക്കുന്നുവോ? ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്ന സമയമാണ്. വേഗത്തിൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത സാന്നിധ്യം അടിയങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകല ജനത്തിനും വരും ശക്തവും വ്യക്തവുമായി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളെ നീ ചെയ്യണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്റെ ജനത്തെ അനുഗ്രഹിച്ചു മുദ്രവെക്കുന്നു. സകല വിഷയവും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗ്ഗം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അത്ഭുത സാന്നിധ്യം കർത്താവ് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. നിങ്ങൾ ജയിക്കുന്നവരായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എന്നെയും നമ്മുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗ്ഗം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.